വളരെ ചുരുക്കം ആളുകൾ ചോദിച്ചിട്ടുള്ള കാര്യമാണ്, താമര വളർത്തുന്നതുകൊണ്ട് നമുക്ക് വീടിന് ദോഷമുണ്ടോ? താമര വളർത്തുന്നത് കൊണ്ടാണ് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കൊതുക് മുട്ടയിടുന്നു. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ രാജ് ഫ്ലോറൽസ്. ഞാൻ എൽദോസ് രാജു. ഇന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വന്നത്. പരമായിട്ടുള്ള കുറച്ച് കാരണങ്ങളാൽ എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഇനി വരും ദിവസങ്ങളിൽ റെഗുലറായിട്ട് തന്നെ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം കുറച്ച് പേർ എന്നോട് ചോദിച്ച ഒരു കാര്യമാണ്. അതെൻ്റെ മനസ്സിലും തങ്ങിയ ഒരു കാര്യമായിരുന്നു. മറ്റൊന്നുമല്ല, താമര നമ്മൾ വീട്ടിൽ വളർത്തുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? അതിനെപ്പറ്റി തന്നെ ആവട്ടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. പിന്നെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യും. പ്രധാനമായിട്ടും താമര വളർത്തുന്നതിൽ എല്ലാവരും കണ്ടേക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കൊതുക് മുട്ടയിടുന്നു. അപ്പോൾ അതിൽ നിന്ന് കൊതുക് മുട്ടയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് എല്ലാവരും കൺസേൺ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു താമരയിൽ ഒരു കാരണവശാലും കൊതുക് മുട്ടയിടത്തില്ല. ഇനി അങ്ങനെ മുട്ടയിടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ താമര നല്ലപോലെ വളരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ താമര നല്ല രീതിയിൽ വളരാത്തത്? ഒരുപക്ഷെ അത് നിങ്ങൾ ഉപയോഗിച്ച മണ്ണിൻ്റെ ആവാം, അല്ലെങ്കിൽ അതിലുപയോഗിക്കുന്ന ജൈവവളം ഒരുപാട് അധികമായിട്ട് ആ ജൈവവളം കിടന്ന് അത് ചീഞ്ഞളിയുമ്പോൾ അതിൽ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി കുറഞ്ഞിട്ടായിരിക്കും. ഇങ്ങനെയുള്ള കാരണങ്ങളാവാം കൊതുകുകളെ വെള്ളത്തിലേക്ക് ആകർഷിക്കുകയും അവ മുട്ടയിടുവാനുള്ള സാഹചര്യം ഒരുക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നമ്മൾ ആ വെള്ളം മാറ്റി കൊടുക്കുക, അതല്ല എങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള മണ്ണ് തന്നെ യൂസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ സാധിക്കില്ല എങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കതിനകത്ത് ഗപ്പി അല്ലെങ്കിൽ മോളീസ് ഇങ്ങനെയുള്ള ഫിഷുകളെ റിലീസ് ചെയ്യാം. അതുമല്ല എങ്കിൽ അല്പം വലിയ ലാർജ് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ വാട്ടർ ക്യാബേജ്, സാൽവീനിയ ഇങ്ങനെയുള്ള പ്ലാന്റുകൾ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, താമര ഒരു ലെവൽ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്ത് മാറ്റുവാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ താമര സ്വതന്ത്രമായിട്ട് തന്നെ വളരട്ടെ. ഇതുകൂടാതെ പ്രകൃതി തന്നെ കനിഞ്ഞു നൽകിയ മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ തുമ്പികൾ ഈ വെള്ളത്തിൽ വന്ന് മുട്ടയിടുകയും അതിൻ്റെ നിംഫുകൾ ഈ പറയുന്ന ലാർവകളെ തിന്നുകയും അങ്ങനെ ഒരു ഭക്ഷ്യ ശൃംഖല തന്നെ നാച്ചുറലി സംഭവിക്കുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മണ്ണ് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളവും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വെള്ളമായിരിക്കണം. ഇനി വീടുകളിൽ താമര വളർത്തുന്നതിൽ മറ്റൊരു പ്രശ്നം എല്ലാവരും പറഞ്ഞിട്ടുമുണ്ട്, അതുപോലെ തന്നെ സ്വന്തം അനുഭവത്തിൽ നിന്നും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഈ ടബുകളിൽ തവളശല്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രധാനമായിട്ടും മുറ്റത്തൊക്കെ നമ്മൾ കുറേ ടബുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തവളകൾ, പ്രത്യേകിച്ച് മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ടബ് നിറയെ വെള്ളമായിരിക്കും. അതുപോലെ തന്നെ തവളകൾക്ക് നല്ലൊരു വാസസ്ഥലമാണത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യും? ഇപ്പോൾ ടെറസിൻ്റെ മുകളിൽ നിങ്ങൾ വളർത്തുന്നവർക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെ മുറ്റത്ത് വളർത്തുന്നവർക്ക് നിങ്ങൾ എന്താണെങ്കിലും ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും തവളകൾ ഒരുപാടുണ്ടെങ്കിൽ അത് രാത്രി കാലങ്ങളിൽ അതിൻ്റെ ആ ഒരു കരച്ചിലൊക്കെ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഉറങ്ങി കിടക്കുമ്പോഴൊക്കെ ആയിരിക്കും വലിയ വലിയ തവളകൾ ഇങ്ങനെ കിടന്ന് കരയുന്നത്. ഈ തവളകൾ കാരണം ഒരുപക്ഷെ പാമ്പുകളും വന്നേക്കാം. എന്ന് വെച്ച് താമര മുറ്റത്ത് വെക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ഇപ്പം നമ്മൾ ഏത് ചെടിയാണെങ്കിലും മുറ്റത്ത് അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പാമ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്ന് കരുതി നമ്മൾ ചെടിയെ നട്ടുപിടിപ്പിക്കാതെയോ താമര വളർത്താതെയൊന്നും ഇരിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു വലിയൊരു ആവാസ വ്യവസ്ഥയാണ്, അവർക്കും ജീവിക്കണം ഈ ഭൂമിയിൽ, അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട. ഇപ്പോൾ വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിവതും നിങ്ങളുടെ മുറ്റത്തുള്ള ടബുകൾ, ഒരുപാട് ടബുകളുണ്ട്, ഒരു ടബിൻ്റെ കാര്യമെല്ലാം പറയുന്നത്, 2, 3, 4 ടബൊക്കെ അടുക്കി വെച്ചേക്കുന്നവർ ഒന്നിലെ ടെറസിൻ്റെ മുകളിലേക്ക് മാറ്റുക. അതുമല്ല, ഇപ്പോൾ നിങ്ങൾ ആ ടബിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അല്ല ആ ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് വേണം നിങ്ങൾ പോകുവാനായിട്ട്. അതല്ലാതെ നിങ്ങൾ പേടിക്കേണ്ട ഒരു പ്രശ്നവുമില്ല. ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഈ തവളകൾ മുട്ടയിടാതിരിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു നെറ്റ് വെച്ച് കവർ ചെയ്യാം. അപ്പോൾ ഈ തവളകൾക്ക് ചെറിയ ഹോളുള്ള നെറ്റുകളുണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തവളകൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാതെയും അതുപോലെ തന്നെ മുട്ടയിടുവാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാവാതെയും. ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ കണ്ണികളുള്ള നെറ്റാണെങ്കിൽ, ഇപ്പോൾ ഇതൊരു നിങ്ങളുടെ ടബാണെങ്കിൽ ഇങ്ങനെ മോളിൽ നിന്ന് വെക്കുന്നതല്ല, ഒരു സിലിണ്ടർ ഷേപ്പിൽ നമുക്കിതിനെ കവർ ചെയ്യാം. അപ്പോൾ കവർ ചെയ്യുമ്പോൾ താമരയുടെ ഇലകൾ സ്വാഭാവികമായിട്ടും സ്വതന്ത്രമായിട്ട് മുകളിലേക്ക് പൊങ്ങിപ്പോക്കോളും. പക്ഷേ ഈ കവർ ചെയ്ത് വയ്ക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും പുറമേ ഉള്ള ഇപ്പോൾ തവള തന്നെയല്ല, മറ്റൊരു
ഇതിപ്പോൾ വീടുകളിൽ കോഴിയുള്ളവരാണെങ്കിൽ അത് കൊത്തി തിന്നില്ല. കോഴികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ബഡ് ഭയങ്കരമായിട്ട് ആകർഷിക്കും അവരത് കൊത്തി തിന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഒരു നെറ്റ് കവർ ചെയ്യുന്നതോടെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഈ പ്രധാനമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു കാര്യം പുഴുശല്യമാണ്. ഈ പുഴുശല്യം എന്ന് പറയുന്നത് അത് എപ്പോഴും ഉണ്ടാകത്തില്ല. പ്രത്യേകിച്ച് നല്ല ചൂടുള്ള കാലത്ത്, അല്ല ചൂടുള്ള സമയത്താണ് ഈ പുഴുക്കൾ കൂടുതലായിട്ട് ഇലകളിൽ വരാറുള്ളത്. ഈ പുഴു എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അത് ഈ നിശാശലഭങ്ങളുടെ ലാർവകളാണ്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ടെറസിൻ്റെ മുകളിലൊക്കെയാണ് ടബ് വെച്ചേക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒട്ടുമിക്ക ഒരു തുണി ഉണക്കാനും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ അഴകിട്ടി അങ്ങനെയാണ് ഇടാറുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ ഒരുപക്ഷെ ഈ പുഴുക്കൾ അതിനകത്ത് കയറി ഇരിക്കും, നമ്മൾ അറിയത്തില്ല. അത് ചിലപ്പോൾ എവിടെയെങ്കിലും ഇട്ടുകൊണ്ട് പോകാനൊക്കെ തുടങ്ങുമ്പോഴായിരിക്കും പുഴു കയറി ആകെ പിന്നെ സീൻ കോൺട്രയാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പുഴുവിനെ നമുക്ക് കളയാനായിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴുശല്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് ഒടിച്ച് കളയുക, അതിനെ നശിപ്പിച്ച് കളയാന്നല്ലാതെ അതിനകത്ത് തൽക്കാലം ഇപ്പോൾ നമുക്ക് കെമിക്കലൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എല്ലാവർക്കും ഫേസ് ചെയ്യണമെന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ ഫ്ലാറ്റുകളിൽ, അതുപോലെ തന്നെ ചില ഓപ്പൺ സ്പേസുകളിലൊക്കെ താമര വളർത്തുന്നവർക്കുള്ള ഒരു പ്രശ്നമാണ് ഈ പക്ഷികൾ. അവ വന്ന് ഒരുപക്ഷെ നമ്മുടെ പുതിയ ഇലകൾ അല്ലെങ്കിൽ അതിൻ്റെ മൊട്ടുകളൊക്കെ കൊത്തി തിന്നുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അല്പം കണ്ണി അകലമുള്ള ഒരു നെറ്റ് മേടിച്ച് അതിൻ്റെ മുകളിൽ കെട്ടിക്കൊടുക്കുകയാണ് നമുക്കതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രതിവിധി എന്ന് പറയുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും നല്ല കടുത്ത വേനലാണ്, കടുത്ത ചൂടാണ്. അപ്പോൾ അവർ വരുന്നത് ഈ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാലി ടബോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സൈഡിൽ എവിടെയെങ്കിലും ഒരു പാത്രത്തിൽ നിറയെ വെള്ളം നിറച്ച് വയ്ക്കുക. അതിനകത്ത് എന്തെങ്കിലും സീഡുകളോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവ വന്ന് അത് വെള്ളം കുടിച്ച് തീറ്റയൊക്കെ തിന്നിട്ട് പൊക്കോളും. കാരണം നമ്മുടെ സഹജീവികളോട് നമുക്കൊരു കരുണ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി വളരെ ചുരുക്കം ആളുകൾ ചോദിച്ചിട്ടുള്ള കാര്യമാണ്, താമര വളർത്തുന്നതുകൊണ്ട് നമുക്ക് വീടിന് ദോഷമുണ്ടോ? അങ്ങനെ ആരൊക്കെയോ അവരോട് പറഞ്ഞിട്ടുണ്ട് അത്രേ, ഒരു താമര നമ്മൾ വീട്ടിൽ വളർത്തിയാൽ അത് നമ്മുടെ വീടിന് ദോഷമാണ്. എൻ്റെ ഒരു അനുഭവം വെച്ച് പറഞ്ഞാൽ, താമര വളർത്തുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ താമര ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇന്ന് സംസാരിക്കുന്നത്. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ താമര വളരെ പവിത്രമായിട്ടുള്ള ഒരു ചെടിയാണ്. അതുമല്ല ഈ താമര കൊണ്ട് എനിക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ താമര വളർത്തുന്ന എല്ലാവർക്കും. അവർ തന്നെ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് അവരുടെ ലൈഫിലുണ്ടാകുന്ന ചേഞ്ചസും നല്ല നല്ല കാര്യങ്ങളാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല താമര വളർത്തുന്നതുകൊണ്ട് വീടിന് ഒരിക്കലും ഒരു ദോഷമുണ്ടാകില്ല. കാരണം ഒരുപാട് പുരാണ പുസ്തകങ്ങളിൽ, കവിതകളിലെല്ലാം തന്നെ ഈ താമരകളെ പറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു മോശം ചെടിയാണെങ്കിൽ, അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് ഒരു വലിയ ദോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെയൊന്നും ആരും എഴുതത്തില്ല, അങ്ങനെയൊന്നും വരാനും സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും അങ്ങനെ ഒരു കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് താമര വളർത്തിക്കോളൂ. താമര നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരുത്തൂ. അപ്പോൾ ഇത്രയും സംശയങ്ങളുടെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നവർക്ക് ഇതൊരു അല്പം ആശ്വാസം കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ സാധിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം എല്ലാവരോടും പറയുന്നതിലും ഭേദമാണ് ഇങ്ങനെ ഒരു വീഡിയോ ആക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നത്തേക്ക് ഇവിടെ നിർത്തുകയാണ്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റായിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. താങ്ക് യു.